പൂത്തു നിൽക്കുന്ന കടലാസ് പൂക്കളോട് എനിക്ക് വല്ലാത്തൊരാകർഷണം തോന്നാറുണ്ട്. വേനൽ എത്ര ചൂട് കൂടിയാലും വഴിയരികിൽ വല്ലാത്തൊരു തിളക്കത്തോടെ അവ പൂത്തു നിൽക്കും. നമുക്ക് നമ്മുടെ കാമുകിയുടെ അല്ലെങ്കിൽ കാമുകൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ, അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ മറ്റാരിലുമില്ലാത്തൊരു സൗന്ദര്യം അവർക്കുള്ളതായി തോന്നാറില്ലേ? അതെങ്ങനെയാണ്? ആരാണ് കടലാസ് പൂക്കൾക്ക് ഇത്രയും ഭംഗി കൊടുക്കുന്നത്? പോർച്ചുഗീസ് കവിയായ ഫെർണാണ്ടോ പെസോവയുടെ ഒരു കവിതാ സമാഹാരമുണ്ട്. അപരനാമങ്ങൾ എന്നാണ് അതിൻ്റെ പേര് പോലെ തന്നെ ഒന്നിലധികം അപരനാമങ്ങളിലാണ് അദ്ദേഹം ജീവിതകാലം ഉടനീളം കവിതകൾ എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ ആൽബർട്ടോ കെയ്റോ എന്ന തൻ്റെ അപരനാമത്തിൽ അദ്ദേഹം ഒരു കവിത എഴുതി. ചില നേരങ്ങളിൽ എന്നാണ് അതിൻ്റെ പേര്. കവിതയിൽ സൗന്ദര്യത്തിൻ്റെ ഘടകങ്ങളെയും അദ്ദേഹം തത്വശാസ്ത്രപരമായി തന്നെ ഒരു വിശകലനം നടത്തുന്നുണ്ട്. എന്താണ് ഒരു വസ്തുവിന് സൗന്ദര്യം കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: പൂക്കൾക്ക് സൗന്ദര്യമുണ്ടെന്നാണോ? പഴത്തിന് സൗന്ദര്യമുണ്ടെന്നാണോ? ഇല്ല. അവയ്ക്കുള്ളത് നിറവും മണവും അസ്തിത്വവും മാത്രം. ഇല്ലാത്ത ഒന്നിന് നൽകുന്ന പേരാണ് സൗന്ദര്യം. വസ്തുക്കൾ എനിക്ക് നൽകുന്ന ആനന്ദത്തിന് ഞാൻ നൽകുന്ന പേരാണ് സൗന്ദര്യം. ശരിയാണ്, സൗന്ദര്യത്തിൻ്റെ വേരുകൾ മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. കാമുകിയുടെയും കാമുകൻ്റെയും സൗന്ദര്യം നമ്മുടെ തന്നെ മനസ്സിൻ്റെ പ്രതിഫലനമാണ്. നന്ദി.